നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മകേരമര, തിരുവാതിര, പൂന്തുറ, മുക്കാല് നക്ഷത്രങ്ങളുടെ നക്ഷത്രഫലം 14/6/2026 മുതൽ 20/6/2026 വരെയുള്ള ഈ കാലയളവിൽ ഇവരുടെ നക്ഷത്രഫലമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതൊരു പൊതുവായിട്ടുള്ള ഫലമായി തന്നെ കണക്കാക്കുക. കൂടുതൽ വിശദമായിട്ടുള്ള ഒരു പഠനത്തിനായിട്ട് നിങ്ങളുടെ ജാതകം കൂടി പരിശോധിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ 14/6/2026 മുതൽ 20/6/2026 വരെയുള്ള ഇവരുടെ കാലഘട്ടം ആത്മവിശ്വാസം, നേതൃത്വ പാഠവും സമൂഹത്തിലെ പേരും പ്രശസ്തിയും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണിത്. ചെറിയ രീതിയിൽ അഹങ്കരിക്കാവുന്ന രീതിയിൽ പല നല്ല അനുഭവങ്ങളും ഫലത്തിൽ വരുന്നതായിരിക്കും. ശിരസിൽ ചൂട് കൂടാനുള്ള സാധ്യത ഈ ഒരു സമയത്തുണ്ട്. അത് കാരണം ചെറിയ തലവേദനയോ പിത്തസംബന്ധമായ പ്രശ്നങ്ങളോ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിതാവുമായോ മേലധികാരികളുമായിട്ടോ ചെറിയ അസ്വാരസ്യങ്ങൾ വരാം. അതിനൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എന്നിരുന്നാൽ അനാവശ്യമായിട്ടുള്ള ചിലവുകളോ മാനസികമായിട്ട് അസ്വസ്ഥതകളോ കൂടി പ്രതീക്ഷിക്കേണ്ടത് സമയം കൂടിയാണിതെന്ന് പറയാം. ബിസിനസ്സിലെ പുതിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശ കാര്യങ്ങളിലോ ആത്മീയമായിട്ട് കാര്യങ്ങളിലോ താല്പര്യം വർദ്ധിക്കാനും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഈ സമയം സഹായിക്കും. ബിസിനസ് പരമായിട്ട് ബന്ധപ്പെട്ട യാത്രകളോ നിക്ഷേപങ്ങളോ മൂലമോ അതല്ലെങ്കിൽ അമിതമായ ആശയവിനിമയം മൂലമോ പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ വലിയ ഐശ്വര്യം, അറിവ്, വിജ്ഞാനം, ആത്മീയ വളർച്ച, ഭാഗ്യം എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങൾക്ക് പുതിയ ആടയാഭരണങ്ങൾ വാങ്ങാനുള്ള ഭാഗ്യം നിങ്ങൾ മുഖേന വന്നു ചേരും. കുടുംബാംഗങ്ങൾക്ക് പുതിയ വാഹനം സ്വന്തമാക്കാനുള്ള ഭാഗ്യവും വാഹനങ്ങൾ സമ്മാനമായി നൽകാനോ നേടുവാനോ ഒക്കെയുള്ള ഭാഗ്യവും നിങ്ങൾ മുഖേന വന്നു ചേരുന്നതാണ്. സ്വർണം പോലുള്ള നിക്ഷേപങ്ങൾ നടത്താനുള്ള സാധ്യതകൾ ഈ സമയം കാണുന്നുണ്ട്. നല്ല വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യവും പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങൾക്കിടയിൽ സമാധാനവും സന്തോഷവും പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണിത്. സഹോദരങ്ങൾക്കിടയിൽ ആത്മീയമായിട്ടുള്ള ചിന്തകളും യാത്രകളും വർദ്ധിപ്പിക്കാൻ കാരണമാകും. യാത്രകളിൽ ചിലപ്പോൾ ചെറിയ ചിലവുകളും നഷ്ടങ്ങളും കൂടി പ്രതീക്ഷിക്കേണ്ടതുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ആയിട്ട് ചിലവുകൾ വന്നേക്കാം. സ്വത്തുക്കൾ, വാഹനം അല്ലെങ്കിൽ വീടുമായൊക്കെ ചിലവ് പ്രതീക്ഷിക്കണം. വീട് മാറൽ, സ്ഥലം മാറ്റം എന്നിവയും പ്രതീക്ഷിക്കണം. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നല്ല സന്തോഷവും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. വിദ്യാഭ്യാസത്തിൽ ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം. കച്ചവടത്തിൽ ലാഭം വർദ്ധിപ്പിക്കാനും പുതിയ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ അവതരിപ്പിക്കാനും ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. ഓഹരി വിപണി പോലുള്ള കച്ചവടങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കാവുന്നൊരു സമയം കൂടിയാണിത്. വസ്തുവകളിലെ അതായത് ഭൂമി, വീട്, കെട്ടിടം തുടങ്ങിയവ വാങ്ങി ദീർഘകാല നിക്ഷേപത്തിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യകരമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വസ്തുവകൾ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അനാവശ്യ ചിലവുകൾ വന്നു ചേരാനോ സാധ്യതയുണ്ട്. ശത്രുക്കളുമായിട്ടുള്ള കലഹം സംഭവിക്കാം. ശത്രു ഉപദ്രവം പ്രതീക്ഷിക്കണം. മറിഞ്ഞിരിക്കുന്ന ശത്രുക്കളോ ഇതൊക്കെ പ്രതീക്ഷിക്കണം. മറ്റുള്ളവരിൽ നിന്നും മറച്ചു പിടിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചോ അതല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നങ്ങളോ മനസ്സിനെ അസ്വസ്ഥമാക്കാം. വിവാഹം നടക്കാനും ദാമ്പത്യ സുഖം വർദ്ധിക്കാനും ഒക്കെ ഉത്തമമായിട്ടുള്ളൊരു സമയം തന്നെയാണിത്. ശുഭകാര്യങ്ങളിൽ പങ്കുചേരാനുള്ള ഭാഗ്യവും ഈ സമയം വന്നു ചേരും. പങ്കാളിത്ത ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണിത്. ദീർഘായുസ്സും തൊഴിൽ സ്ഥിരതയും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണിത്. എന്നിരുന്നാൽ കൂടി തൊഴിലിൽ ചെറിയ തടസ്സങ്ങളും കഠിനാധ്വാനവും വന്നേക്കാം. വിദേശയാത്രയ്ക്കുള്ള യോഗമുണ്ടാവും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വരാം. തൊഴിൽ രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്തം വന്നേക്കാം. ഒരു സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത്. കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞ ചുമതലകൾ വന്നു ചേരാം. ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന ഇത്തരം മാറ്റങ്ങൾ നിങ്ങളുടെ ക്ഷമയെ കൂടുതൽ പരീക്ഷിച്ചുകൊണ്ട് അവസാനം ഗുണകരമായിട്ടുള്ള വളർച്ചയിലേക്ക് തന്നെ നിങ്ങളെ നയിക്കുന്നതായിരിക്കും. തൊഴിൽപരമായിട്ടുള്ള ഒരു വലിയ ഉയർച്ചയ്ക്ക് തന്നെ അല്ലെങ്കിൽ സ്ഥിരതയ്ക്ക് ഇത് കാരണമായേക്കും. കഠിനാധ്വാനം, അറിവ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ആത്മാർത്ഥതയുണ്ടാകാൻ എന്നും ചിന്തിക്കാവുന്നതാണ്. അത് കൃത്യമായ ഫലം തൊഴിൽ കൊണ്ടുവരുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസവും മുൻകൈയെടുക്കാനുള്ള ശേഷിയും അനുഭവത്തിൽ വരും. പുതിയ വഴികളിലൂടെയുള്ള ലാഭം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ കൂടാതെ നിങ്ങളുടെ ആശയങ്ങൾ നടപ്പിലാക്കി സാമ്പത്തികമായിട്ട് മുന്നേറാനും നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാണ്.
കച്ചവടത്തിലോ മറ്റെന്തെങ്കിലും സംരംഭത്തിലോ കൂടുതൽ ഊർജം നൽകേണ്ടതായിട്ടുള്ള ഒരു ചെയ്യുന്നതിലൂടെ കൂടുതൽ ഊർജ്ജം നൽകുന്നതിലൂടെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സമയം കൂടിയാണ് അത്. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണത്. എന്നിരുന്നാലും വരവ് ചെലവുകളുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ തർക്കങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് കായികപരമായ കാര്യങ്ങളിൽ പുരോഗതിയും അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങൾക്ക് ഈ സമയം പ്രതീക്ഷിക്കാവുന്ന തന്നെയാണ്. ഇവ കൂടാണ്ട് നിങ്ങൾക്ക് ത്വക്ക് രോഗമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ചെറിയ അസ്വസ്ഥതകൾ കൂടി ഈ സമയത്ത് ഉണ്ടായേക്കാം. എല്ലാവരിലുമില്ല, ചിലരിലെങ്കിലും കണ്ടെന്ന് വരാം. പിന്നെ ബിസിനസ്സിൽ ഒരു ചെറിയ സാമ്പത്തികമായിട്ടുള്ള ഒരു ചിലവ് ഇതിൽ കാണുന്നുണ്ട്. വസ്തുവകളെ സംബന്ധിച്ച് എന്തെങ്കിലും ചിലവ് വന്നേക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അധികം പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ഈശ്വരാധീനം, മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താം, ഭാഗ്യസൂക്തം വഴിപാട് ചെയ്യാം, പുരുഷ സൂക്തം വഴിപാട് ചെയ്യാം. ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വഴിപാടുകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഏറ്റവും ആദ്യം വേണ്ടത് നിങ്ങൾ പ്രാർത്ഥന തന്നെയാണ്. മഹാവിഷ്ണുവിനെ ഭജിക്കുക, ഓം നമോ നാരായണ മന്ത്രങ്ങൾ ജപിക്കുക. ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒരു നല്ലൊരു മാറ്റം തന്നെ ജീവിതത്തിൽ വന്നു ചേരും. നമുക്ക് ദോഷ പരിഹാരങ്ങളൊക്കെ ആയിട്ട് ഇവർക്ക് വേണമെങ്കിൽ മകര നക്ഷത്രക്കാർക്ക് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകം നടത്താവുന്നതാണ്. ചുവന്ന പുഷ്പമാല കൊണ്ടുള്ള ഒരു മാല സമർപ്പിക്കാവുന്നതാണ്. ഭദ്രകാളി ക്ഷേത്രത്തിലോ ദേവക്ഷേത്രത്തിലോ രക്തപുഷ്പാഞ്ജലി വിളക്ക് തെളിയിക്കാം. പിന്നെ ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ മുൻവിളക്ക് പിൻവിളക്ക് ധാര കഴിപ്പിക്കാവുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ശിവക്ഷേത്രത്തിൽ ധാര കൂവളമാല വഴിപാടുകൾ ചെയ്യുന്നതിലായിരിക്കും. ഉമാമഹേശ്വര പൂജ നടത്താം. ഞായറാഴ്ചയും തിരുവാതിരയും ചേർന്ന് വരുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ തിരുവാതിരയോ വരുന്ന നക്ഷത്രം വരുന്ന ദിവസങ്ങളിലോ ഒക്കെ മഹാദേവന് കരിക്ക് ധാര ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. സർപ്പക്ഷേത്രത്തിൽ നൂറും പാലും വഴിപാട് ചെയ്യാവുന്നതാണ്. പൂർണ്ണ നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, വെണ്ണ നിവേദ്യം, പുരുഷ സൂക്ത പുഷ്പാഞ്ജലി, വിഷ്ണു ഭജനം നടത്തുന്നതും അതായത് വിഷ്ണു ഭജനം വ്യാഴാഴ്ച ദിവസങ്ങൾ നടത്തുന്നതൊക്കെ നല്ലതായിരിക്കും. അതുപോലെ ശ്രീരാമസ്വാമി അർച്ചന, തുളസിമാല എന്നീ വഴിപാടുകൾ നടത്തുന്നതും വളരെ നല്ലതായിരിക്കും, ഉത്തമമായിരിക്കും. ഇവയെല്ലാം ദോഷപരിഹാരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ സമയത്ത് ദോഷപരിഹാരങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് ഇവയെല്ലാം ചെയ്യുന്നതും ദോഷങ്ങൾ കുറയ്ക്കുന്നതിനും വളരെ ഉത്തമമായിരിക്കും. എല്ലാവർക്കും ഒരു നല്ല ഗുണഫലങ്ങൾ നിറഞ്ഞ ഒരു സമയമാവട്ടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇന്നത്തെ വിഷയം ഇതായിരുന്നു. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.